അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് എന്താണെന്ന് ആദ്യം അറിയണം. എന്താണത്? അസോസിയേഷൻ എമംഗ് എൻറ്റിറ്റീസ് ആണ് ദ റിലേഷൻഷിപ്പ്. 2-3 എൻറ്റിറ്റീസ് തമ്മിലുള്ള ആ ഒരു എന്താണ് അതിൻ്റെ ഇടയ്ക്കുള്ള റിലേഷൻ എന്നുള്ളതാണ് ആ റിലേഷൻഷിപ്പ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് ഏതൊക്കെയാണ്? 1 to many ഉണ്ട്, 1 to 1 ഉണ്ട്, many to many ഉണ്ട്, റിക്കേഴ്സീവ് ഉണ്ട്. ഓരോന്നും ഞാനൊരു എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 1 to many റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതായത് 1 to n ആണ് നോക്കുന്നത്, 1 to many റിലേഷൻഷിപ്പ്. ഓക്കെ, അതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ, ഇതിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ്റും സ്കൂളും ഒക്കെ ആയിരിക്കും. സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് എൻ എലക്റ്റീവ് എന്ന് പറയുമ്പോൾ, എലക്റ്റീവ് ഞാൻ ഉദ്ദേശിച്ച കോളേജിൽ ഇപ്പോൾ നമുക്കൊരു എലക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഒരു സെമസ്റ്ററിൽ ഒരു എലക്റ്റീവ് ഉണ്ടെങ്കിൽ ആ എലക്റ്റീവ് ഒരൊറ്റ എലക്റ്റീവ് ഉള്ളൂ, ഒരു എലക്റ്റീവ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 6 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഒരെണ്ണം എലക്റ്റീവ്, ബാക്കി 5 നമുക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ള കോഴ്സിൽ ഉണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എലക്റ്റീവ് നമുക്കൊരു 5-6 ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ നോക്കുന്നത്, സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ഇൻ എലക്റ്റീവ്. അതിലെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് റിക്വയർമെൻറ്റ്സ്? നമ്മളിപ്പോൾ ഒരു എലക്റ്റീവ് ചൂസ് ചെയ്യുമ്പോൾ കോളേജിൽ എന്തായിരുന്നു റിക്വയർമെൻറ്റ്സ്? എവരി സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ഇൻ 1 എലക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി 1 എലക്റ്റീവിൽ എന്തായിരിക്കണം? എല്ലാ സ്റ്റുഡൻറ്റും ഏതെങ്കിലും ഒരു എലക്റ്റീവ് നമ്മൾ ചൂസ് ചെയ്തിരിക്കണം. കാര്യം നമുക്ക് 6 സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം എന്തായാലും നമുക്ക് എന്തായിരിക്കണം? ചൂസ് ചെയ്തിരിക്കണം. പിന്നെയുള്ള രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻ എലക്റ്റീവ് ക്യാൻ ഹാവ് 0 or many സ്റ്റുഡൻറ്റ്സ്. അതായത് നമുക്കിപ്പോൾ 6 എലക്റ്റീവ് ഉണ്ടെങ്കിൽ എല്ലാവരും എല്ലാ എലക്റ്റീവും എടുക്കണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു എലക്റ്റീവ് എന്തായാലും നമ്മൾ എടുക്കണം. കാര്യം 5 സബ്ജക്റ്റ് 6 സബ്ജക്റ്റ് ആവണം. പക്ഷേ ഒരു എലക്റ്റീവ് ചിലപ്പം ആരും എടുത്തില്ല എന്നും വരാം. ടഫ് എലക്റ്റീവ് ഒക്കെ ആണെങ്കിൽ ആരും എടുക്കത്തില്ല, ഈസി ആണെങ്കിൽ എല്ലാവരും എടുക്കും. അല്ലെങ്കിൽ സാറന്മാരുള്ളത് എടുക്കും, സാറന്മാരില്ലാത്തത് എടുക്കില്ല. കോളേജിൽ അങ്ങനെ നോക്കിയായിരിക്കും നമ്മൾ എടുത്തിരുന്നത്, അല്ലേ? അപ്പോൾ ആൻ എലക്റ്റീവ് ക്യാൻ ഹാവ് 0 or more സ്റ്റുഡൻറ്റ്സ് ഓർ മെനി സ്റ്റുഡൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിലിപ്പം സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ഇൻ എലക്റ്റീവ് എന്ന് പറയുന്നതിൽ ഇതിൽ സ്റ്റുഡൻറ്റ് എന്താണ്? നമുക്കിതിൽ നിന്ന് മനസ്സിലായി, സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റിയാണ്, എലക്റ്റീവ് ഒരു എൻറ്റിറ്റിയാണ്, സ്റ്റഡിയിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ ആ റിലേഷൻ ആണ് ഡയഗ്രാം യൂസ് ചെയ്ത് പറയാൻ പോകുന്നത്. സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ഇൻ എലക്റ്റീവ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റിയാണ്, എലക്റ്റീവ് ഒരു എൻറ്റിറ്റിയാണ്, സ്റ്റഡിയിങ് എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇപ്പോൾ 5 സ്റ്റുഡൻസ് ഉണ്ട്, എലക്റ്റീവ് 4 എലക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മളതിനെ ചെയ്യുകയാണ്. അപ്പം എല്ലാ സ്റ്റുഡൻസിനും എന്തായാലും ഒരു എലക്റ്റീവ് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസ് തമ്മിലും എന്താണ്? ഒരു റിലേഷൻ വന്നിട്ടുണ്ട്. ഇതാണ് റിലേഷൻഷിപ്പ്. അതിൽ എല്ലാ സ്റ്റുഡൻസിനും ഒരു ഇത് വന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാ എലക്റ്റീവ്സിനും വേണം നിർബന്ധമുണ്ടോ? ഇല്ല. ഇതൊരു ടഫ് എലക്റ്റീവ് ആണെങ്കിൽ അതിന് എല്ലാ സ്റ്റുഡൻറ്റും ഓപ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. സോ ഇത് നമുക്ക് വേണമെങ്കിൽ 0, ഇതിലാരും ചൂസ് ചെയ്തിട്ടില്ല. ഈ എലക്റ്റീവ് 4 ആരും ചൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരൊറ്റ സ്റ്റുഡൻറ്റ് തന്നെ ഒരു എലക്റ്റീവ് എന്ന് നിർബന്ധമില്ല. ഒരു എലക്റ്റീവിൽ ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ഇതിലിപ്പോൾ E2ൽ 2 സ്റ്റുഡൻസ് ഉണ്ട്, E3ന് 2 സ്റ്റുഡൻസ് ഉണ്ട്, E1ന് 1 സ്റ്റുഡൻറ്റേ ഉള്ളൂ, E4ന് സ്റ്റുഡൻസ് ഇല്ല. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മളൊരു റിയാർ മോഡൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് മെയിനായിട്ട് വരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അതിന് മുന്നേ അറിഞ്ഞിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലേഷൻഷിപ്പ് അറിയണം. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി. ഹൗ മെനി എൻറ്റിറ്റി സെറ്റ്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഹൗ മെനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എവറി റിലേഷൻഷിപ്പ് ഹൗ മെനി എൻറ്റിറ്റി സെറ്റ്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ്. അപ്പോൾ എന്താണ്? എത്ര എൻറ്റിറ്റി സെറ്റ്സ് ഈ റിലേഷൻഷിപ്പിൽ എത്ര എൻറ്റിറ്റി സെറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി സെറ്റും ഉണ്ട്, എലക്റ്റീവ് എൻറ്റിറ്റി സെറ്റും ഉണ്ട്. അപ്പോൾ 2 എൻറ്റിറ്റി സെറ്റ്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താണ്? ഡിഗ്രി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു 2 ആണ്. ഇവിടുത്തെ ഡിഗ്രി എന്താണ്? 2 ആണ്. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി റേഷ്യോ. അതായത് മാക്സിമം കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ആൻ എൻറ്റിറ്റി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, അതായത് എത്ര റിലേഷൻഷിപ്പിൽ നമുക്കൊരു എൻറ്റിറ്റിക്ക് മാക്സിമം എത്ര റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളത്, മാക്സിമം എത്ര റിലേഷൻഷിപ്പിൽ ഒരു എൻറ്റിറ്റിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു എൻറ്റിറ്റിയാണ്. സ്റ്റുഡൻറ്റ് എൻറ്റിറ്റിയിൽ മാക്സിമം എത്ര റിലേഷൻഷിപ്പിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? മാക്സിമം നമുക്ക് ഒരെണ്ണമേ ഇതിൽ പറ്റുള്ളൂ. നമുക്ക് സ്റ്റുഡൻറ്റിന് ഒരു എലക്റ്റീവേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ മാക്സിമം 1 പറ്റുള്ളൂ. അപ്പം കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം 1 ആണ് സ്റ്റുഡൻറ്റിൻ്റെ. എലക്റ്റീവിൻ്റെ ആണെങ്കിൽ മാക്സിമം 1 ആണോ? ഇല്ല, നമുക്ക് എത്ര വേണോ ചൂസ് ചെയ്യാം. അതായത് ഒരു എലക്റ്റീവിൽ എത്ര സ്റ്റുഡൻസ് വേണോ ഉണ്ടാവാം. അതായത് മൊത്തം സ്റ്റുഡൻസിന് വേണമെങ്കിലും ഒരു എലക്റ്റീവിൽ വരാം. അപ്പം മെനി n, അതാണ് n നമ്മൾ ചൂസ് ചെയ്യുന്നത്, 1 അല്ല. അതാണ് n ചൂസ് ചെയ്തേക്കുന്നത്. അതായത് മാക്സിമം എത്ര റിലേഷൻഷിപ്സ് വരെ ഒരു എൻറ്റിറ്റിക്ക്, അതായത്
മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് എൻറ്റിറ്റി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. അതായത് ഈ ഒരു എൻറ്റിറ്റിക്ക് എത്ര മാക്സിമം നമ്പർ ഓഫ് എത്ര റിലേഷൻഷിപ്പിൽ വേണമല്ലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു E1 തന്നെ വേണമെങ്കിൽ എല്ലാ സ്റ്റുഡൻസിൻ്റെ റിലേഷനുമായിട്ടും വരാം. അതുകൊണ്ട് ആണ് എന്താ മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ദിസ് ഇലക്റ്റീവ് എൻറ്റിറ്റീസ് ഇറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് കൺസിഡർ. അപ്പോൾ ഇവിടെ ഉണ്ട് കാർഡിനാലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാർഡിനാലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് 1 ആണ്. കാര്യം മാക്സിമം ഒരൊറ്റ ഇലക്റ്റീവിലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാർഡിനാലിറ്റി ഓഫ് ഇലക്റ്റീവ് എന്താണ്? ആണ്. കാര്യം മാക്സിമം എത്ര സ്റ്റുഡൻസിൻ്റെ റിലേഷനുമായിട്ട് വേണമെങ്കിലും റിലേഷൻഷിപ്പ് വരാം. അടുത്ത പാർട്ടിസിപ്പേഷൻ ഓർ എക്സിസ്റ്റൻസ് കൺസ്ട്രെയിൻ. അതല്ലെങ്കിൽ എന്താണ് എക്സിസ്റ്റൻസ് ഓർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ കാർഡിനാലിറ്റി തന്നെയാണ്. എന്താണ് മിനിമം കാർഡിനാലിറ്റിയാണ് എന്ത് പറയുന്നത്? പാർട്ടിസിപ്പേഷൻ ഓർ എക്സിസ്റ്റൻസ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. മിനിമം കാർഡിനാലിറ്റി മീൻസ് മിനിമം നമ്പർ ഓഫ് relationships and entity can participate. മിനിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേഷൻ എന്തായിരിക്കും? അതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ അതായത് മിനിമം കാർഡിനാലിറ്റി. മാക്സിമം കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് എൻറ്റിറ്റി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. ഇവിടെ മിനിമം കാർഡിനാലിറ്റി അതായത് മിനിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് എൻറ്റിറ്റി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. ഇവിടെ എത്രയാണ്? സ്റ്റുഡൻറ്റിൽ എന്തായാലും മസ്റ്റ് ബി 1, അതായത് എക്സാക്ട്ലി 1 ഉണ്ടായിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരെണ്ണം എന്തായാലും ഒരു ഇലക്റ്റീവ് എടുത്തേ പറ്റുള്ളൂ സ്റ്റുഡൻറ്റിന്. അപ്പോൾ 0 ആവുമോ? ഇല്ല, 1 ഒരെണ്ണം ഉറപ്പായിട്ട് വേണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്താണ്? ലീസ്റ്റ് മിനിമം നമ്പറും 1 ആണ് ഇവിടെ. അടുത്ത ഇലക്റ്റീവിലാണെങ്കിലോ, ഇലക്റ്റീവിൽ നമുക്ക് 0 ഓർ മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 0യും ആവാം. അതായത് ഒരു ഇലക്റ്റീവിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ എത്ര ഇലക്റ്റീവിൽ വേണമെങ്കിലും സ്റ്റുഡൻസ് ഇല്ലാതെയും ആവാം, ഏത് ഇലക്റ്റീവിൽ വേണമെങ്കിലും. അപ്പോൾ മിനിമം പാർട്ടിസിപ്പേഷൻ എന്താണ്? 0 ആണ്. അതായത് മിനിമം പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ മിനിമം കാർഡിനാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ മിനിമം നമ്പർ ഓഫ് ഇവിടെ പാർട്ടിസിപ്പേഷൻ ഓഫ് എലക്റ്റീവ് എന്താണ്? പാർട്ടിസിപ്പേഷൻ ഓഫ് എലക്റ്റീവ് എന്ന് പറഞ്ഞാൽ മിനിമം 0 ആവാം. പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻറ്റ് എന്താണ്? മിനിമം 1 തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അറിയാനുള്ളത്. 1 to many. അപ്പോൾ നമുക്കിതിനെ എന്താണ്? ഈ ഒരു റിലേഷൻഷിപ്പിനെ ടൈപ്പിനെയാണ് നമ്മൾ 1 to many എന്ന് പറയുന്നത്. ആ റിലേഷൻഷിപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കാം. റെപ്രസെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു ER ഡയഗ്രത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എൻറ്റിറ്റീസിനെ റെക്റ്റാങ്കിൾ യൂസ് ചെയ്താണ് പറയുന്നത്. റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് പറയുന്നത്? ഡയമണ്ട് വെച്ചിട്ടാണ്. ഓക്കെ, ഡയമണ്ട് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ റെപ്രസെൻറ്റേഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിൽ സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് 1 to many റിലേഷൻഷിപ്പ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് സ്റ്റുഡൻ്റ് ഉണ്ട്, ഇലക്റ്റീവ് ഉണ്ട്. ഇതാണ് നമ്മുടെ എൻറ്റിറ്റി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്റ്റഡിയിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. അതെന്താണ്? ഈ ഡയമണ്ടാണ് റിലേഷൻഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ നോക്കുന്നത് കാർഡിനാലിറ്റി റേഷ്യോ ആണ് നോക്കുന്നത്. 1 ആണ് എന്ത്? സ്റ്റുഡൻറ്റിൻ്റെ കാർഡിനാലിറ്റി. ഇലക്റ്റീവിൻ്റെ കാർഡിനാലിറ്റി ആണ്. അതായത് 1 സ്റ്റുഡൻറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ one elective can have 0 or more number of students ആണ് N എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. അതായത് ഇതായിരിക്കും N, ഇവിടെ ആയിരിക്കും 1 to many റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. 1 to N, ഇതാണ് 1 to N. അതായത് 1 to അല്ലെങ്കിൽ 1 to many റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരിക. അതായത് നമ്മൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും അത് കൊടുക്കുക എന്ന് ഓർത്താൽ മതി. N എന്ന് പറഞ്ഞത് കാർഡിനാലിറ്റി. അതായത് 1 elective can have many number of students, അല്ലെങ്കിൽ മെനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്യാൻ ഹാവ് 1 elective. അതായത് ഇവർക്ക് 1 elective, അതായത് 1 elective ക്യാൻ ഹാവ് മെനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതാണ് ആ റിലേഷൻ. അതായത് 1 to many. അതായത് ഇലക്റ്റീവ് ടു സ്റ്റുഡൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 to many ആണ്. അതാണ് അതിൻ്റെ 1 to n ആണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ ഈ ഡബിൾ ലൈൻ സിംഗിൾ ലൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഡബിൾ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ്. ടോട്ടൽ പാർട്ടിസിപ്പേഷനും സിംഗിൾ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പാർഷ്യൽ പാർട്ടിസിപ്പേഷനുമാണ്. ഓക്കെ, അതായത് ടോട്ടൽ പാർട്ടിസിപ്പേഷനും പാർഷ്യൽ പാർട്ടിസിപ്പേഷനുമാണ്. അത് ഇത് വെച്ച് പറഞ്ഞുതരാം. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ഈ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻറ്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിൽ 0 വരുവാണെങ്കിൽ അത് എന്താണ്? പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. അതായത് നമുക്ക് മിനിമം 0യും ആവാം, അതായത് ഒന്നുമില്ലാതെ ഇരിക്കാം. അപ്പോൾ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. ഫുള്ളായിട്ട് വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ പറയാൻ പറ്റുള്ളൂ. ഇവിടെ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻറ്റ് 1 ആണ്. അതായത് മിനിമം നമുക്ക് ഒരെണ്ണം ആയാലും മതി, മിനിമം ഒരെണ്ണം വേണം. അപ്പോൾ അതെന്താണ്? ടോട്ടലാണ്. കാര്യം എല്ലാ സ്റ്റുഡൻസും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റുള്ളൂ ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻറ്റ് 1 ആയതുകൊണ്ട് തന്നെ ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ്. അതായത് എല്ലാ സ്റ്റുഡൻസും ഈ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിലോ ഇലക്റ്റീവിലാണെങ്കിൽ എല്ലാ ഇലക്റ്റീവ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാ ഇലക്റ്റീവും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻറ്റ് ഇവിടെ എന്താണ്? 0 ആണ്. സോ
പാർഷ്യൽ പാർട്ടിസിപ്പേഷനാണ് ഇവിടെ ഉള്ളത്. സോ അതാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്ന ഈ റിലേഷൻഷിപ്പ് ഡയഗ്രാം വെച്ചിട്ട്. ഇതെന്താണ് 1 എന്ന് പറഞ്ഞാൽ ഇത് പാർഷ്യൽ പാർട്ടിസിപ്പേഷനാണ്. ഇവിടെ ഡബിൾ ലൈനാണ്, അതായത് ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ്. എല്ലാ സ്റ്റുഡൻറ്റും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഇലക്റ്റീവ് എല്ലാ ഇലക്റ്റീവും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ? ഇല്ല. സോ ഇതാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. നമുക്ക് വേറെ മോഡലും ഇതിൽ റിലേഷൻഷിപ്പ് നമുക്കിതിൽ വേറെ റെപ്രസെൻറ്റേഷനും ഉണ്ട്. അതായത് മിൻമാക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേഷനും ഉണ്ട്. അതാണെങ്കിൽ ഇതാണ് റിലേഷൻഷിപ്പ്. ഇതാണ് എന്താ പറയുന്നത്, അത് റെക്റ്റാങ്കിൾ തന്നെയാണ് വരുന്നത്. ഇത് എന്താണ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻ്റ് ആണ്. ഇത് ഇലക്റ്റീവാണ്, എൻറ്റിറ്റിയാണ് ഇലക്റ്റീവ്. ഇത് വർക്ക്സ് ഫോർ എന്താണ് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതിനകത്ത് മിൻമാക്സിൽ വരുന്നത് ടോട്ടൽ ആൻഡ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ ഇല്ല. ഇവിടെ വരുന്നത് നമ്മൾ നേരത്തെ ഓപ്പോസിറ്റ് ആണല്ലോ കൊടുത്തത്, അങ്ങനെ ഒന്നുമില്ല, എളുപ്പമാണ്. 1 to 1 1 1 ഇതെന്താണ് എന്നല്ലേ മിനിമം മാക്സിമം ആണ് കേട്ടോ, മിനിമം മാക്സിമം. അപ്പോൾ ഇവിടെ മിനിമം മാക്സിമം. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക? മിനിമം ഇവിടെ എന്തായിരുന്നു? 0 n ആയിരുന്നു. അപ്പോൾ 0, n. അതായത് ഇവിടെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ പറ്റും. കാര്യം മിനിമം മാക്സിമം ഇതിനകത്ത് വരുന്നുണ്ട്. മറ്റെന്താണ് കാർഡിനാലിറ്റി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. 1 to n എന്ന് പറഞ്ഞിട്ട് ഇവിടെ 1 to n. അതായത് ഇവിടുത്തെ കാർഡിനാലിറ്റി ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഇവിടെ ആയിരുന്നു n, ഇവിടെയാണ് കാർഡിനാലിറ്റി ഓഫ് ഇലക്റ്റീവ് ആണ് n. അപ്പോൾ നമ്മൾ അപ്പുറത്തോട്ടാണ് കൊടുക്കുക. അതായത് ഒരു ഇലക്റ്റീവ് ക്യാൻ ഹാവ് മെനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എങ്ങനെ വേണോ കൊടുക്കാം. ഇലക്റ്റീവ് അതായത് മിനിമം മാക്സിമം റെപ്രസെൻറ്റേഷൻ, മിൻ മാക്സ് റെപ്രസെൻറ്റേഷനാണിത്. സോ മിനിമം 1 മാക്സിമം 1, മിനിമം 0 മാക്സിമം n. അതുപോലെ തന്നെ കൊടുക്കുക.